സാർ, ഇപ്പോൾ നിലവിൽ ലക്ഷദ്വീപിലെ പ്രചരണത്തിൻ്റെ ഒരു പകുതി പൂർത്തിയായി. എന്താണ് നിലവിലെ ലക്ഷദ്വീപിലെ ഒരു എലക്ഷൻ ചിത്രം എന്താണ്? നിങ്ങൾക്കറിയാലോ, ദ്വീപ് സമൂഹം അവർക്ക് ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ആ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം കാണാൻ ഇതുവരെയുള്ള അവിടെ നമ്മുടെ സയ്യിദ് മുതൽ കോൺഗ്രസിൻ്റെ അറിയപ്പെടുന്ന നേതാവായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകനാവട്ടെ, പിന്നീട് അവിടെ മത്സരിച്ച് ജയിച്ച, ഇപ്പോൾ NCPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പിന്നീട് NCP-S പോയ ഫൈസൽ അടക്കമുള്ള ആളുകൾ. അപ്പോൾ അവർക്കൊന്നും ആ പരിഹാരങ്ങൾക്കൊരു ഈ പറയുന്ന പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് അവിടുത്തെ അവസ്ഥ. മാത്രമല്ല, ഇന്നും വിദ്യാഭ്യാസത്തിന് വേണ്ടി അല്ലെങ്കിൽ ആരോഗ്യപരമായ ഹെൽത്ത് ഇഷ്യൂസ്, ഇതിനെല്ലാം അവരിന്നും ആശ്രയിക്കുന്നത് കേരളത്തെയാണ്. എന്തിനേറെ അവരുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായ അവരുടെ ഭക്ഷണത്തിൻ്റെ ആവശ്യങ്ങൾക്ക് പോലും കേരളത്തെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇന്ന് ദ്വീപുകാർ. അതിന് മാറ്റം വരുത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ ദ്വീപുകളിൽ ഈ നേരത്തെ ഉണ്ടായിരുന്നവരോട് നല്ലൊരു വിഭാഗം ആളുകൾക്കും അമർഷമുണ്ട്. അവിടെ ഒരു ന്യൂട്രൽ എന്ന് പറയുന്നൊരു വിഭാഗം തന്നെ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു കഴിഞ്ഞ 10-12 ദിവസം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീഡ്ബാക്ക് എന്താണെങ്കിൽ, ഈ രണ്ട് പാർട്ടികളും മുഖ്യമായിട്ട് നേരത്തെ ഡോക്ടർ പുക്കോ ഉണ്ടായിരുന്നു. അവിടെ BJPയുടെ സപ്പോർട്ടോടുകൂടി JDU സ്ഥാനാർത്ഥിയിൽ മത്സരിച്ച ആളാണ്. അതിൻ്റെ ഭാഗമായി നിന്ന ആളുകളാണ് പിന്നീട് NCP ആയിട്ട് വരുന്നത്. അപ്പോൾ ആ NCP ആണ് പിന്നീട് രണ്ടായി പിരിഞ്ഞുകൊണ്ട് NCP-S NCPയുമായി തിരിയുന്നത്. അപ്പോൾ അവിടുത്തെ രാഷ്ട്രീയം മൊത്തത്തിലെടുത്താൽ ഒരു കോൺഗ്രസ് ആദ്യം മുതലേ അറിയാലോ, പണ്ട് മുതലുള്ള ഇത് വെച്ചിട്ട് ശ്രീ സേദിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന കോൺഗ്രസ്, അതൊരു വിഭാഗം അവിടെ ഇപ്പോഴും നിലനിൽപ്പുണ്ട്. എന്നാൽ അവർക്കൊന്നും കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് മറ്റുള്ള പല പാർട്ടികളുടെ പിന്നാലെ പോയിട്ട് പലതും ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷേ NCP 2006 രൂപീകൃതമായത് മുതൽ അതിൽ ആത്മാർത്ഥയോട് നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അവരിന്നും NCPയുടെ കൂടെ ഉണ്ട്. അത് അടിസ്ഥാന NCP ആയിട്ട്. അതിൻ്റെ ഏറ്റവും വലിയതാണെങ്കിൽ ഇത് രൂപീകരിച്ചത് ശ്രീ KNK അബ്ദുൽ ഖൈർ എന്ന് പറയുന്ന അദ്ദേഹമാണ് അന്ന് പ്രസിഡൻ്റായിട്ട്, ആദ്യം കൺവീനറായി പിന്നീട് അതിൻ്റെ അവിടുത്തെ പ്രസിഡൻ്റായിട്ട് രൂപീകരിക്കുന്നത്. അന്ന് അതിൻ്റെ കൂടെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നൊരു PP ഹംസ, അവർ ജനറലായിട്ട് ഇക്കാക്ക എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം ഈ പറയുന്ന ആ പഴയ NCPയുടെ കൂടെ തന്നെ ഇപ്പോഴും ഉണ്ട്. അവിടുത്തെ ജനറൽ സെക്രട്ടറിയാണ് ഇപ്പോൾ. അപ്പോൾ ഇപ്പോഴത്തെ അവിടുത്തെ സംസ്ഥാന പ്രസിഡൻ്റായി വന്നിട്ടുള്ളത് ഇത് രൂപീകരിച്ച ശ്രീ KNK അബ്ദുൽ ഖൈറിൻ്റെ മകൻ അബ്ദുൾ റസാഖാണ് ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റ്. പ്രബലമായ എല്ലാവരും നിലവിൽ, അതായത് ഈ താൽക്കാലികമായ മെച്ചങ്ങൾക്ക് വേണ്ടിയിട്ടോ അതിനൊക്കെ വേണ്ടി മാറി മാറി പോയിട്ടുള്ള ആൾക്കാരല്ല, സ്ഥിരം ഉറച്ചു നിന്നൊരു വിഭാഗമായിട്ട് ഇന്നും അത്തരം ആളുകൾ അവിടെ NCP ഉണ്ട്. അതുകൊണ്ടാണ് NCPക്ക് ഇപ്പോൾ ഇത് വന്നപ്പോഴും പെട്ടെന്ന് ഒരു ഭരണത്തിൻ്റെ കൂടെ മിക്കവാറും ആളുകൾ അതിൻ്റെ കൂടെ പെട്ടെന്ന് പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഫൈസലിൻ്റെ കൂടെ കുറേ ആളുകൾ പല ബെനിഫിറ്റ്സും നോക്കിയിട്ടാണല്ലോ ഇന്നത്തെ രാഷ്ട്രീയം നിൽക്കുന്നത്. പക്ഷെ അതിനൊന്നും വേണ്ട എന്ന് കരുതിക്കൊണ്ട് ഇത്തരത്തിൽ കുറേ ആൾ അവിടെ നിലനിൽക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരവസ്ഥയിൽ ഈ NCP-S കോൺഗ്രസും അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു പാർട്ടി യൂണിറ്റുകളും ബാക്കിയും അവിടെ ഉണ്ട്. അത് NCPയുടെ യൂണിറ്റ് ആയിരുന്നു. അതാണല്ലോ NCP-S എന്ന് പറഞ്ഞിട്ട് ഇയാളിപ്പോൾ ഉപയോഗിക്കുന്നത്. മാത്രമല്ല, അവരുടെ ഉള്ളിൽ മറ്റൊരു ആശങ്കയുണ്ട്. ഇപ്പോൾ ഒരു ക്രിമിനൽ കേസിൽപ്പെട്ട് ജയിലിൽ പോയി അതൊന്ന് ജാമ്യം കിട്ടി, ആ കേസിന് സ്റ്റേ വന്നു, ആ ജാമ്യം റദ്ദാക്കിയപ്പോൾ വീണ്ടും ജയിലിൽ പോയി, അത് കഴിഞ്ഞ് വീണ്ടും സ്റ്റേ കിട്ടി വന്നൊരാൾ, ആ കേസിൽ ഓൾറെഡി അദ്ദേഹത്തിനെതിരെ വിധി വന്നിട്ടുണ്ട്. അപ്പോൾ നാളെ ഇപ്പോൾ ഒരു പാർലമെൻറ്ററിനായിട്ട് തിരഞ്ഞെടുത്താലും ഈ കേസിൻ്റെ വിധി വന്നാൽ വീണ്ടും അവിടെ ഒരു അനിശ്ചിതാവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ അതിലാളുകൾക്ക് ഉള്ളിലൊരു ഇതുണ്ട്, നാളെ ഈ കേസ് വീണ്ടും വന്നാൽ നമുക്കൊരു ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ആൾക്ക് വോട്ട് ചെയ്യണമെന്നുള്ളൊരു ഇതവിടെ ഉണ്ട്, ആശങ്ക ഉണ്ട്. മറ്റൊന്ന്, ഈ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി ഹംദുള്ള സയ്യിദ്, അദ്ദേഹം മിക്കവാറും ഡൽഹിയിലാണ്. അപ്പോൾ സാധാരണക്കാർക്ക് കാര്യങ്ങൾ പറയാനും പ്രശ്നങ്ങൾ ചെയ്യാനൊന്നും അവിടെ ഒരാളില്ല, പരിഹാരം ഉണ്ടാവുന്നില്ല.
കാരണം അയാൾ പുറത്ത് പഠിച്ച് അങ്ങനെ വളർന്ന ഒരാൾ അവിടെ ഡൽഹി സെറ്റിൽഡാണ്. ഇവിടെ വരും ഇടയ്ക്ക് വരും ഇങ്ങനെ എന്നുള്ളതല്ലാതെ പിന്നെ പാർട്ടിക്ക് അവിടെ കുറച്ച് ആളുകളുണ്ട്, അവർ ഇത് കൊണ്ട് നടക്കുന്നു മാത്രമേ ഉള്ളൂ. പക്ഷേ അവർക്കും പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കാണാൻ കഴിയാത്തതുകൊണ്ട് അവരോടും ഈ പറയുന്ന ഒരു അമർഷം നിലനിൽക്കുന്നുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം.